അടുത്തതാണ് കോൺട്രാപൊസിഷൻ. ഓക്കെ, അടുത്തതായിട്ട് നമുക്കുള്ളതാണ് കോൺട്രാപൊസിഷൻ. കോൺട്രാപൊസിഷൻ്റെ പ്രത്യേകത, ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യും, പിന്നെ നമ്മൾ രണ്ടിൻ്റെയും കോംപ്ലിമെൻ്ററി ടേംസ് എടുക്കും. ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യും, പിന്നെ നമ്മൾ രണ്ടിൻ്റെയും കോംപ്ലിമെൻ്ററി ടേംസ് എടുക്കും. നമ്മൾ നോക്കൂ, ആദ്യം കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഐ ഹാവ് SRP, അത് ആദ്യം മാറ്റി PRS ആക്കി, എന്നിട്ട് രണ്ടിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്ത് ഫസ്റ്റ് നോൺ ഇട്ട് സെക്കൻഡ് നോൺ എടുത്ത്. എല്ലാത്തിലും അങ്ങനെ തന്നെ. ഓക്കെ, നോ SRPനെ ആദ്യം പിയും എസും മാറ്റി രണ്ടിൻ്റെയും കോംപ്ലിമെൻ്റ് എടുത്ത്. സം SRPനെ ഓക്കെ പിയും എസും മാറ്റി രണ്ടിൻ്റെയും കോംപ്ലിമെൻ്റ് എടുത്ത്. ഓക്കെ, SR നോട്ട് Pനെ ഓക്കെ പിയും എസും മാറ്റി രണ്ടിൻ്റെയും കോംപ്ലിമെൻ്റ് എടുത്ത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതിനെയാണ് നമ്മൾ കോൺട്രാപൊസിഷൻ എന്ന് പറയുന്നത്. കോൺട്രാപൊസിഷൻ്റെ പ്രത്യേകത, when it comes to logical equivalencyയിൽ കോൺട്രാപൊസിഷനിൽ നമ്മൾ ഓളും സം നോട്ടുമാണ് കൺസിഡർ ചെയ്യുക. നോയും സമ്മും ഇക്വേഷൻ പരമായിട്ട് നമുക്ക് കോൺട്രാപൊസിഷൻ എഴുതാൻ പറ്റുമെങ്കിൽ പോലും ലോജിക്കൽ ഇക്വാലൻസിൽ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, നോയും സമ്മും ഇതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഇപ്പം നോയും സമ്മും ആണ്. അതേസമയം കൺവേർഷനിൽ ഏതേനി? കൺവേർഷനിൽ ഏതൊക്കെ രണ്ടെണ്ണം പറ്റുമനി? നോയും സമ്മും പറ്റുമനി. ഓക്കെ, കോൺട്രാപൊസിഷനിൽ പറ്റുമ്പോൾ നോയും സമ്മും പറ്റൂല, മറ്റു രണ്ടും പറ്റും. അപ്പോൾ ആ കണക്ട് ചെയ്താൽ 4 എന്നുള്ളൊരു കണക്ഷൻ കിട്ടും. സോ അപ്പം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, വി ഹാവ് ഒബ്വേർഷൻ, വി ഹാവ് കൺവേർഷൻ ആൻഡ് വി ഹാവ് കോൺട്രാപൊസിഷൻ. ലോജിക്കൽ ഇക്വാലൻസി കഴിഞ്ഞ കുറച്ച് ടേമിൽ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50-ലധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച ടോപ്പിക്കാണ് കേട്ടോ. 50-ലധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒറ്റ തിയറി വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ, ഒറ്റ തിയറി വെച്ചിട്ട് ലോജിക്കൽ റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ലോജിക്കൽ ഇക്വാലൻസി. ഒറ്റ തിയറി, ഒറ്റ കോൺസെപ്റ്റ് വെച്ചിട്ട്, അതായത് ഒബ്വേർഷൻ, കൺവേർഷൻ, കോൺട്രാപൊസിഷൻ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഹോൾ പേപ്പർ 1 തന്നെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതായിരിക്കും. പിന്നെ നമ്പർ സീരീസ് പറയാം, പക്ഷെ നമ്പർ സീരീസ് ജനറലി ഒറ്റ തിയറി എന്നേ പറയാൻ പറ്റുള്ളൂ, എല്ലാം ഡിഫറെൻറ്റ് കോൺസെപ്റ്റിലാണ്. അപ്പോൾ ഇനി ഒന്ന് റിവൈസ് ചെയ്യാം, എന്നിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ടേം തരും, എന്നിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കും, ജനറലി ചോദിക്കും, എന്താണ് ഒബ്വേർഷൻ, എന്താണ് കോൺട്രാപൊസിഷൻ, എന്താണ് കൺവേർഷൻ, നിങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാം. ഓക്കെ, നിങ്ങളിങ്ങനെ വിളിച്ച് പറയാം. ഓക്കെ, സോ അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാം. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റും. കൺവേർഷൻ എന്ന് പറയുന്നത്, കൺവേർഷൻ നോർമലി നമ്മൾ ലോജിക്കൽ ഇക്വാലന്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇയും ഐയുമാണ്. ഓക്കെ, നോയും സമ്മും മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒബ്വേർഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒബ്വേർഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ക്വാളിറ്റി മാറ്റും. ഓക്കെ, ഒബ്വേർഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച്. സോ വി ഹാവ് കോൺട്രാപൊസിഷൻ, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റും, രണ്ടിൻ്റെയും കോംപ്ലിമെന്ററി എടുക്കും എന്ന് പറഞ്ഞാൽ, ഓക്കെ, പെൻസാർ പ്ലാസ്റ്റിക്കിനെ നമ്മൾ പ്ലാസ്റ്റിക് ആർ പെൻസാക്കി മാറ്റിയിട്ട് രണ്ടിൻ്റെയും കോംപ്ലിമെന്ററി എടുക്കും. അപ്പോൾ ക്ലിയർ ആണല്ലോ? എന്നാ ഞാൻ ചോദിക്കാം, വി ഹാവ് നോ പെൻസാർ പ്ലാസ്റ്റിക്, ഇതിൻ്റെ കൺവേർഷൻ എന്താണ്? നോ പെൻസാർ പ്ലാസ്റ്റിക്, ഇതിന്റെ കൺവേർഷൻ എന്താണ്? നോ പെൻസാർ പ്ലാസ്റ്റിക് കൺവേർഷൻ എന്താണ്? നോ പെൻസാർ പ്ലാസ്റ്റിക്കിന്റെ കൺവേർഷൻ നോ പ്ലാസ്റ്റിക് ആർ പെൻസ് അല്ലേ? നോ പെൻസാർ പ്ലാസ്റ്റിക്കിന്റെ ഒബ്വേർഷൻ എന്താണ്? ആ നോട്ട്ബുക്ക് ഒക്കെ ഒന്ന് കൂട്ടി വെക്കുക. ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് നോട്ട്ബുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ഓക്കെ, നോ പെൻസാർ പ്ലാസ്റ്റിക്കിന്റെ ഒബ്വേർഷൻ എന്താ? ഓൾ പെൻസാർ നോൺ പ്ലാസ്റ്റിക് അല്ലെ? ഒബ്വേർഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ക്വാളിറ്റി മാറ്റണം. നോ പെൻസാർ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി മാറ്റിയിട്ട് ഓൾ പെൻസാർ പ്ലാസ്റ്റിക് ആക്കി മാറ്റി, പിന്നെ പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കണം, പ്ലാസ്റ്റിക്കിന്റെ കോംപ്ലിമെന്റ് എടുക്കണം, ഓൾ പെൻസാർ നോൺ പ്ലാസ്റ്റിക് അല്ലെ? ഓൾ പെൻസാർ നോൺ പ്ലാസ്റ്റിക് എന്നാണുള്ളത്. ഓക്കെ, ഇനി നോ പെൻസാർ പ്ലാസ്റ്റിക്കിന് ലോജിക്കൽ ഇക്വാലൻസിൽ കോൺട്രാപൊസിഷൻ ഇല്ല, എന്നാലും നോ പെൻസാർ പ്ലാസ്റ്റിക്കിന്റെ ടെക്നിക്കലി കോൺട്രാപൊസിഷൻ എന്താ? നോ പെൻസാർ പ്ലാസ്റ്റിക്കിന്റെ കോൺട്രാപൊസിഷൻ എന്താണ്?
നോ പെൻസ് ആർ പ്ലാസ്റ്റിക്. ആദ്യം പെൻസ് ആണേ പറയുന്നത്, പിന്നെ ആദ്യം പെന്നേനിയോ പ്ലാസ്റ്റിക് ഇനിയോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ഞാൻ ആദ്യം പെന്നാണ് പറഞ്ഞത്. നോ പെൻസ് ആർ പ്ലാസ്റ്റിക്കിന്റെ കോൺട്രാപോസിഷൻ എന്താണ്? നോ പെൻസ് ആർ പ്ലാസ്റ്റിക്കിന്റെ കോൺട്രാപോസിഷൻ എന്ന് പറയുന്നത് നോ നോൺ പ്ലാസ്റ്റിക് ആർ നോൺ പെൻസ്. നോ നോൺ പ്ലാസ്റ്റിക് ആർ നോൺ പെൻസ്. കോൺട്രാപോസിഷന്റെ പ്രത്യേകത നോ പ്ലാസ്റ്റിക് ആർ പെൻസിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്ലാസ്റ്റിക്കിനെയും പെൻസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. അപ്പൊ നോ പ്ലാസ്റ്റിക് ആർ പെൻസ് അല്ലാത്ത നോ പെൻസ് ആർ പ്ലാസ്റ്റിക്, നോ പ്ലാസ്റ്റിക് ആർ പെൻസ് വരും. രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ടിന്റെയും കോംപ്ലിമെന്റ് എടുക്കണം. അപ്പൊ നോ നോൺ പ്ലാസ്റ്റിക് ആർ നോൺ പെൻസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്കിന്റെ ഒബ്വേർഷൻ എന്താണ്? ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മളിപ്പം ഡയറക്റ്റ് ആയി ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പ് ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്കിന്റെ ഒബ്വേർഷൻ എന്താണ്? ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്കിന്റെ ഒബ്വേർഷനിൽ സം വരും. നോ പെൻസ് ആർ നോൺ പ്ലാസ്റ്റിക്. ഒബ്വേർഷന്റെ പ്രത്യേകത എന്താ? ഒബ്വേർഷന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ക്വാളിറ്റി മാറ്റും, എന്നിട്ട് പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കും. പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കും. ദാറ്റ്സ് ഇറ്റ്. സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക്കിന്റെ കോൺട്രാപോസിഷൻ എന്താണ്? സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക് എന്നുള്ളതിന്റെ കോൺട്രാപോസിഷൻ എന്താണ്? Some pens are not plastic ന്റെ കോൺട്രാപോസിഷൻ എന്താണ്? Yeah, what will be? Some plastic are not pens ന്റെ അല്ലാത്ത some pens are not plastic ന്റെ കോൺട്രാപോസിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. Some pens are not plastic ന്റെ കോൺട്രാപോസിഷൻ എന്ന് പറയുന്നത് some non plastic are not non pens. ഓക്കെ, എന്താ സംഭവിക്കുന്നത്? നമുക്ക് തന്നിട്ടുള്ളത് സം പ്ലാസ്റ്റിക് ആർ നോട്ട് പെൻസ് എന്നുള്ളതാണ്. ആദ്യം നമ്മൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റണം. അപ്പൊ നമുക്ക് സം പ്ലാസ്റ്റിക് ആർ നോട്ട് പെൻസ് എന്ന് കിട്ടും. രണ്ടാമതായിട്ട് നമ്മൾ സബ്ജക്റ്റിന്റെയും പ്രെഡിക്കേറ്റിന്റെയും കോംപ്ലിമെന്റ് എടുക്കണം. അപ്പൊ നമുക്ക് സം നോൺ പ്ലാസ്റ്റിക് ആർ നോട്ട് നോൺ പെൻസ് എന്ന് കിട്ടും. മനസ്സിലായോ? ഇത് എന്തിനാണ് ചോദിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സാമിന് എങ്ങനെ വരിക എന്ന് ചോദിച്ചാൽ, ഓക്കെ, എക്സാമിന് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് കുറേ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അതിൽ ചിലത് കൺവേർഷൻ ഉണ്ടാവും, ചിലത് കോൺട്രാപോസിഷൻ ഉണ്ടാവും, ചിലത് ഒബ്വേർഷൻ ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലോജിക്കൽ ഇക്വിവാലൻസി കണ്ടെത്തേണ്ടി വരും. ചോദ്യത്തിലേക്ക് പോവാം. Here we have all non-apes are non-monkeys, no apes are non-monkeys, no monkeys are non-apes, all monkeys are apes. ചോദ്യം, which of the following are logically equivalent? Which of the following are logically equivalent is a question. വിസിബിൾ അല്ലേ സ്ക്രീന്? വിസിബിലിറ്റി നല്ല ബുദ്ധിമുട്ട്. അത് നമുക്ക് എല്ലാ ഓപ്ഷനും ഉള്ളതുകൊണ്ട് സൈസിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഫ്രണ്ടിൽ ഒരു 2 സീറ്റിലേക്ക് വേണ്ടി കയറിയിരിക്കാം. All non-apes are non-monkeys, no apes are non-monkeys, no monkeys are non-apes. ഇതിൽ ഏതൊക്കെയാണ് ലോജിക്കലി equivalent എന്നുള്ളതാണ് ചോദ്യം. What is the answer? ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ആൾ നോൺ എയ്പ്സ് ആർ നോൺ മങ്കീസ് വെച്ചിട്ട്, ഓക്കെ, നമ്മളൊരു കാര്യം കളിക്കുകയാണെങ്കിൽ അത് ഓൾറെഡി ഒരു ലോജിക്കൽ ഇക്വിവാലന്റിലെ കോൺട്രാപൊസിഷൻ ആവാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്, അല്ലെ? കോൺട്രാപൊസിഷൻ ആവാൻ സാധ്യത. ഇപ്പൊ നമ്മൾ ലോജിക്കൽ ഇക്വിവാലൻസിന്റെ കളി എപ്പോഴും എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ, ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഒരു നോർമൽ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടോ നോക്കണം.
നിർബന്ധമൊന്നുമില്ല, പക്ഷെ നോർമൽ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടോ നോക്കണം. അപ്പൊ ഇതിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ ഉണ്ടോ നോക്കണം. ഇതിൽ നോർമൽ ആയിട്ടുള്ള കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ ആണ് ഡി, ഓപ്ഷൻ ഡി അല്ലെ. ഓൾ മങ്കീസ് ആർ apes എന്നുള്ളത് നോർമൽ ആയിട്ടുള്ള ഒരു കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ ആണ്. എന്നിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം, അത് വെച്ചിട്ട് അതിന്റെ കൺവേർഷൻ ഉണ്ടോ, അതിന്റെ ഒബ്വേർഷൻ ഉണ്ടോ, അതിന്റെ കോൺട്രാപോസിഷൻ ഉണ്ടോ നോക്കണം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ആദ്യം നമുക്കറിയാം നോർമലി ഓളിന്റെ കൺവേർഷൻ നമ്മൾ കൺസിഡർ ചെയ്യില്ല, ബാക്കിയുള്ളതൊന്നും ഇല്ലെങ്കിൽ വേണമെങ്കിൽ ചെയ്യാൻ കാണും. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ അതിന്റെ ഒബ്വേർഷൻ നോക്കും. ഓൾ മങ്കീസ് ആർ apes എന്നുള്ളതിന്റെ ഒബ്വേർഷൻ എന്താണ്? അതായത് ഓൾ മങ്കീസ് ആർ apesന്റെ ഒബ്വേർഷൻ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ക്വാളിറ്റി മാറ്റണം. അപ്പം നോ മങ്കീസ് ആർ apes വരും. പിന്നെ നമ്മൾ പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കണം. സോ നോ എന്താ വരികയാണ്? ഒബ്വേർഷൻ പറഞ്ഞത്. ഒബ്വേർഷനിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം എന്താ പറയുക? നോ മങ്കീസ് ആർ നോൺ apes. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റുന്നത് എയ്തർ കൺവേർഷൻ ഓർ കോൺട്രാപോസിഷൻ. ഒബ്വേർഷനിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റുന്നില്ല. അപ്പൊ എന്ത് കിട്ടി? നോ മങ്കീസ് ആർ നോൺ apes എന്നുള്ളത് അതിന്റെ ഒരു എന്തായിട്ട് കിട്ടി നമുക്ക്? ഒബ്വേർഷൻ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ഓൾ മങ്കീസ് ആർ apesന്റെ കോൺട്രാപോസിഷൻ എന്താ? കോൺട്രാപോസിഷൻ എങ്ങനെ കിട്ടുക? ആദ്യം നമ്മള് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റും. അപ്പൊ ഓൾ apes ആർ monkeys എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ സബ്ജക്റ്റിന്റെയും പ്രെഡിക്കേറ്റിന്റെയും കോംപ്ലിമെന്റ് എടുക്കും. ഓൾ നോൺ apes ആർ നോൺ monkeys. സോ വി ഹാവ് ഓപ്ഷൻ ഡി. അതിന്റെ ഒബ്വേർഷൻ ആയിട്ട് ഓപ്ഷൻ സി, അതിന്റെ ഒബ്വേർഷൻ ആയിട്ട് ഓപ്ഷൻ എ. സെന്റൻസ് ഓപ്ഷനിൽ തന്നിട്ടുള്ള എ സി ഡി. വി ഹാവ് ഓപ്ഷൻ എ ആസ് കറക്റ്റ് ആൻസർ. ഇതാണ് ഈ കളി. ഓക്കെ, ലോജിക്കൽ ഇക്വാലൻസിയുടെ കളി എന്ന് പറയുന്ന കളി ഈ കളിയാകുന്നു. നമുക്ക് കുറച്ച് കളി കൂടി കളിച്ചു നോക്കാം കേട്ടോ. കുറച്ച് കളി കൂടി കളിച്ചു നോക്കാം. മോർ ദാൻ 60 ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. കുറച്ച് കളി നോക്കാം. Which of the following statement is equivalent to the statement some non-realists are not non-philosophers? Which of the following statement? ചിലപ്പോൾ ഒരു ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ ലോജിക്കൽ ഇക്വിവാലന്റ് ഏതാന്ന് ചോദിക്കും. What is answer? നമുക്ക് സം നോൺ റിയലിസ്റ്റ് ആർ നോട്ട് നോൺ ഫിലോസഫേഴ്സ് എന്നാണുള്ളത്. ദിസ് ഈസ് എ കോൺട്രാപോസിഷൻ ഓഫ് some philosophers are not realists. Some philosophers are not realists. Some non-realists are not non-philosophers is the contraposition of what? ഇത് കോൺട്രാപോസിഷൻ ആണെന്ന് പറയാൻ കാരണം എന്താ? കോൺട്രാപോസിഷൻ ആ. രണ്ടില് നോൺ ഉണ്ടെങ്കിൽ അത് കോൺട്രാപോസിഷൻ ആണ്. രണ്ടില് നോൺ ഉണ്ടെങ്കിൽ അത് കോൺട്രാപോസിഷൻ ആണ്. പ്രെഡിക്കേറ്റിൽ മാത്രം നോൺ ആണെങ്കിൽ അത് ഒബ്വേർഷൻ ആണ്. ഇനി പ്രെഡിക്കേറ്റിൽ ഒന്നും നോൺ അറിയാതെ സബ്ജക്റ്റ് നോൺ ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ഇട്ടാക്കുക. ഒബ്വേർഷനും കോൺട്രാപോസിഷനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. വേറെ എവിടുന്നോ ക്വസ്റ്റ്യൻ നോക്കി ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിത് എങ്ങനെ ഉത്തരം കണ്ടെത്താന്ന് ചോദിച്ചാൽ, ഈ നോണും വന്നാൽ ഇതിന്റെ ഒറിജിനലിലേക്ക് നമ്മൾ എങ്ങനെ പോവാന്ന് വെച്ചാൽ ഈ നോൺ അങ്ങ് വിട്ടു. അപ്പൊ എന്ത് കിട്ടി? സം റിയലിസ്റ്റ് ആർ നോട്ട് ഫിലോസഫേഴ്സ് എന്ന് കിട്ടും. എന്നിട്ട് കോൺട്രാപോസിഷൻ എന്താ വേണ്ടത്? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റണം. അപ്പം വി ഹാവ് സം ഫിലോസഫേഴ്സ് ആർ നോട്ട് റിയലിസ്റ്റ്. വി ഹാവ് ഓപ്ഷൻ എ ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, വി ഹാവ് ഓപ്ഷൻ എ ആസ് എ കറക്റ്റ് ആൻസർ. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. Which of the following statement is logically equivalent to the statement no philosophers
No professors are materialist. No professors are materialist. ഏതാണ് ലോജിക്കൽ ഇക്വിവാലന്റ്? നോ പ്രൊഫസേഴ്സ് ആർ മെറ്റീരിയലിസ്റ്റ് എന്നുള്ളതിന്റെ അപ്പൊ ഇത് നോ പ്രൊഫസേഴ്സ് ആർ മെറ്റീരിയൽസ് എന്നുള്ളതിന്റെ ലോജിക്കൽ ഇക്വിവാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം നോ പ്രൊഫഷണൽസ് എന്താണ് പ്രൊഫസേഴ്സ് ആർ മെറ്റീരിയലിസ്റ്റിന്റെ ഒപ്പോസിഷൻ ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. അതിനുശേഷം കോൺട്രാപോസിഷൻ ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. അതിനുശേഷം കൺവേർഷൻ ഓപ്ഷനിൽ, ആ ശേഷം ആവണമെന്നില്ല, ആ ഓർഡറിൽ പറഞ്ഞാലും മതി കേട്ടോ. ഓക്കെ, ഉണ്ടോ നോക്കുക. അപ്പൊ നമുക്കറിയാം നോ പ്രൊഫസേഴ്സ് ആർ മെറ്റീരിയൽസിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത് നോ മെറ്റീരിയലിസ്റ്റ് ആർ പ്രൊഫസേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, നോ മെറ്റീരിയൽസ് ആർ പ്രൊഫസേഴ്സ് എന്നുള്ളതാണ്. അത് ഓപ്ഷനിലില്ല. നോ പ്രൊഫസേഴ്സ് ആർ മെറ്റീരിയലിസ്റ്റ് എന്നുള്ളതിന്റെ ഒവേർഷൻ ഈസ് ഓൾ പ്രൊഫസേഴ്സ് ആർ നോൺ മെറ്റീരിയലിസ്റ്റ് എന്നുള്ളതാണ്. അത് ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. പിന്നെ നോ പ്രൊഫസേഴ്സ് ആർ മെറ്റീരിയൽസ് നോർമലി നമ്മൾ ലോജിക്കൽ ഇക്വാലന്റിൽ കോൺട്രാപോസിഷൻ നോക്കില്ല. സോ വി ഹാവ് ദ ഒപ്പോസിഷൻ ഹിയർ വിച്ച് ഈസ് വി ഹാവ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി. Moving to next question, we have all rectangles are polygon. ഒരു കുറച്ച് ക്വസ്റ്റ്യൻ കൂടി പെട്ടെന്ന് ചെയ്യാം. All rectangles are polygon. What is a logical equivalent? All rectangles are polygons. Yeah, all rectangles are polygons in a conversion. Even though some rectangles are some polygons are rectangles are, but normally conversion നമ്മൾ എടുക്കില്ല. For all, then opposition we have no rectangles are non-polygon. We have option B as answer. Okay, contraposition normally നമ്മൾ consider ചെയ്യില്ല. Moving to next one. Which of the following are logically equivalent? No metals are gases, no gases are metals, no metals are non-gases, and all metals are non-gases. What is answer? Yeah, we have നോക്കാം. നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ആദ്യം നമ്മൾ നോർമൽ സെന്റൻസുകൾ നോക്കും. നമുക്ക് നോ മെറ്റൽസ് ആർ ഗ്യാസസ് ഉണ്ട്, നോ ഗ്യാസസ് ആർ മെറ്റൽസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോ മെറ്റൽസ് ആർ ഗ്യാസസ് ഉണ്ട്, നോ ഗ്യാസസ് ആർ മെറ്റൽസ് ഉണ്ട്. രണ്ടും വി ഹാവ് ഓക്കെ, രണ്ടും വി ഹാവ് നോർമൽ സെന്റൻസസ് ആണ് രണ്ടും എന്ന് പറയുന്നത്. അപ്പോ നോ മെറ്റൽസ് ആർ ഗ്യാസസും നോ ഗ്യാസസ് ആർ മെറ്റൽസും പരസ്പരം ലോജിക്കലി ഇക്വിവാലന്റ് ആണ്. ഓക്കെ, പരസ്പരം ലോജിക്കലി ഇക്വിവാലന്റ് ആണ്. കാരണം രണ്ടും കൺവേർഷൻ ആണ്. ഇനി നോ മെറ്റൽസ് ആർ ഗ്യാസസ് എന്നുള്ളതിന്റെ ഒപ്പോസിഷൻ എന്താണ്? All metals are non-gases. All metals are non-gases. ഇനി no gases are metals ന്റെ കൺവേർഷൻ ഒപ്പോസിഷൻ എന്താണ്? All gases are non-metals. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ അല്ല. So we have A, B and D. We have option A as a correct answer. Yes, correct answer. Moving to the last few questions. Yeah,
No saints are materials. What? Option? No saints are materials. C. No materials are same. All. All. ഏതാ വരിക? സി എങ്ങനെ വരിക? ഓള് വന്നു ഒബ്വേർഷനാണ്. പക്ഷെ ഒബ്വേർഷനിൽ നോൺ വരേണ്ടത് പ്രെഡിക്കേറ്റിൽ മാത്രമാണ്, ഇവിടെ വരാൻ പാടില്ല. രണ്ട് സ്ഥലത്തും വരികയാണെങ്കിൽ കോൺട്രാ പൊസിഷനാണ്. കോൺട്രാ പൊസിഷന് ക്വാളിറ്റി മാറാൻ പറ്റില്ല. ഓക്കെ, സോ വി ഹാവ് ഓപ്ഷൻ എ. Last 3 questions hopefully. Yeah. Question 11. What is our? All whales are mammals. We have all whales are mammals. Normally conversion illa, obversion contraposition ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. All whales are mammals ന്റെ obversion എന്ന് പറയുന്നത് no whales are non mammals ആണ്. ഇല്ല. All whales are mammals ന്റെ contraposition എന്ന് പറയുന്നത് all, ആദ്യം അതിനെ all mammals are whales ആക്കും, പിന്നെ all non mammals are non whales ആക്കും. All non mammals are non whales. We have option B as the correct answer. Okay, option B as the correct answer. Moving to last one, which this one. Some professors are spiritualists. Some professors are spiritualists. Some professors are not spiritualists. Yeah, which one? We have which one? ഏതാണ്? ഓപ്ഷൻ എ ആണോ? സം പ്രൊഫസേഴ്സ് ആർ സ്പിരിച്വലിസ്റ്റ്. അതിന്റെ കൺവേർഷൻ എന്താണ്? സം സ്പിരിച്വലിസ്റ്റ് ആർ പ്രൊഫസേഴ്സ്. അതിന്റെ ഒപ്പോസിഷൻ എന്താണ്? സം പ്രൊഫസേഴ്സ് ആർ non spiritualists. Some professors are not non spiritualists. Option D.
അതിന്റെ കോൺട്രാപോസിഷൻ എന്താണ്? Some non-spiritualists are not. Option B. Option B. കോൺട്രാപോസിഷനിൽ നിങ്ങൾ എന്നാണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റാൻ തുടങ്ങി? മാറ്റോ? പക്ഷെ കോൺട്രാപോസിഷനിൽ നിങ്ങൾ ക്വാളിറ്റി മാറ്റോ? ക്വാളിറ്റി മാറ്റൂല. ഇവിടെ ഓപ്ഷൻ ബിയില് ക്വാളിറ്റി മാറിയിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ബിയില് ക്വാളിറ്റി മാറിയിട്ടുണ്ട്. സോ വി ഹാവ് ഓപ്ഷൻ, ശരിക്കും ഓപ്ഷൻ ബി as the correct answer. Okay, that is A and D. Okay, A and D. Yeah, so I hope it's clear. Logical equivalency ഏകദേശം ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഓക്കെ ഇമ്പോർട്ടൻറ്റ്. യാ, ക്ലിയർ? അപ്പോൾ ലോജിക്കൽ ഇക്വാലൻസിൽ ഒറ്റ ടോപ്പിക്കുണ്ട്. ഒറ്റ ടോപ്പിക്കിന്റെ മുമ്പ് ഒരു പോയിന്റ് കൂടിയും പറയാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് റിഗാർഡിംഗ് ദ പ്രിപ്പറേഷൻ ആസ്പെക്ട്. പ്രിപ്പറേഷനിൽ ഓക്കെ നെക്സ്റ്റ് റൂൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ആസ്പെക്ട്, ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്, പെട്ടെന്ന് JRF കിട്ടുന്നതിലും പ്രിപ്പറേഷനും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും വരുന്ന പ്രശ്നം എന്താ? നിങ്ങൾ കുറെ പഠിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഓക്കെ, മറന്നു പോവുക അല്ലെ? ഏറ്റവും വലിയ പ്രശ്നം മറന്നു പോവുക. ഓക്കെ, സോ ബേസിക്കലി ഓർമ്മ ഉണ്ടാവുക എന്നൊക്കെ ആലോചിക്കുക. ഓർമ്മ ഇല്ലാത്ത പ്രശ്നം ഇതാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം. വേറെ എന്തെങ്കിലും പ്രശ്നം? ചെറിയ ചെറിയ കൺഫ്യൂഷൻ, മാറിപ്പോ കാര്യങ്ങൾ. സോ ദ നെക്സ്റ്റ് സീക്രട്ട് ഈസ് ദാറ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു കൺഫ്യൂഷൻ ഇത് തന്നെയാണ്. ഓക്കെ, മറന്നു പോവുക, ഓർമ്മയില്ലാതിരിക്കുക, ഓർത്തെടുക്കാൻ പറ്റാതിരിക്കുക. ഇതിൽ പല പല ഡയമെൻഷൻസ് ഉണ്ട്. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ there is a golden rule of learning. എന്താണ് ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്? ഓക്കെ, വാട്ട് ഈസ് എ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ്? ഞാനൊക്കെ ഈ അടുത്ത കാലത്ത് പഠിച്ചു കേട്ടോ. ഞാനും കുറെ മറന്നു പോകുന്നുള്ള പ്രശ്നം പറഞ്ഞിരുന്ന ആളാണ്. ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് സേസ് ദാറ്റ് ഫസ്റ്റ് ലേണിംഗ് നെവർ കൗണ്ട്സ്. ആദ്യം പഠിച്ചത് കണക്ക് കൂട്ടില്ല എന്ന് പറയും. ഓക്കെ, ഇതാണ് ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ്. എന്തുകൊണ്ടാണ് നമുക്ക് ഓർമ്മ ഇല്ലാത്ത അറിയോ? നമ്മൾ ഒരൊട്ടൊക്കെ പഠിച്ചിട്ട് പിന്നെ ഇതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവുന്ന കരുതും അല്ലെ? എന്നിട്ട് നമ്മളിത് ഓർമ്മ ഉണ്ടോ എന്ന് നോക്കും. ഇത് ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, അതിലെ കംപ്ലീറ്റ് സാധനങ്ങൾ ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല. ബിക്കോസ് ഫസ്റ്റ് ലേണിംഗ് നെവർ കൗണ്ട്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഓർമ്മ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു തവണ പഠിച്ചിട്ട് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ വെറുതെ ഓർമ്മശക്തി ചെക്ക് ചെയ്യാണ്. അത് ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ലേണിംഗ് നെവർ കൗണ്ട്സ് എന്നുള്ളത്. രണ്ടാമത്തെ ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ ദ മോർ യു ലേൺ ദ മോർ യു ഫോർഗെറ്റ്. മുമ്പ് വലിയ മറവിന്റെ പ്രശ്നമൊന്നുമില്ല, ഇനി മുമ്പ് കാര്യമായിട്ട് പഠിക്കാറില്ലായിരുന്നു. ഓക്കെ, ഇപ്പം കുറച്ച് സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കൂടുതൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ മറന്നു പോകാനുണ്ട് അവിടെ അല്ലെ? കുറെ പഠിക്കുന്നവർക്കാണ് ഈ കുറെ മറന്നു പോകുന്ന പ്രശ്നം ഉണ്ടാവുക കേട്ടോ. ഓക്കെ, കുറെ പഠിക്കുന്ന ആളുകൾക്കാണ് കുറെ മറന്നു പോകുന്ന പ്രശ്നം ഉണ്ടാവുക. ഇപ്പൊ കുട്ടികളോട് എപ്പോഴും പറയും മറന്നു പോകുന്നതിന് എന്താ ചെയ്യുന്നത്? ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറന്നു പോകണോ എന്ന് ആലോചിക്കാതിരിക്കുക. കാരണം ആലോചിച്ച ഉറപ്പാ കുറെ മറന്നു പോകുന്നത് കിട്ടും. ഓക്കെ, മറന്നു പോകുന്നത് കിട്ടും. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു, മുമ്പ് എവിടെയോ പഠിച്ച പോലെ തോന്നുന്നു, നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്താ ചെയ്യേണ്ടി? ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പഠിക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എല്ലാവർക്കും ഇറ്റ് ഹാപ്പൻസ്. ഇപ്പം ബേസിക്കലി ഇപ്പം പലരും പറയും ഈ ഓർമ്മശക്തിക്ക് വേണ്ടിയിട്ട് കുറെ ടെക്നിക്കൊക്കെ പറയില്ലേ? അതായത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്നൊന്ന് വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് ഉറങ്ങുക. അങ്ങനെയാകുമ്പോൾ ഒക്കെ മെമ്മറിയിൽ നിൽക്കും. ഞാൻ പറയും ഒരിക്കലും ചെക്ക് ചെയ്യരുത്. ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് പഠിച്ചൊക്കെ ഉറങ്ങുന്നതിന്റെ മുമ്പ് രാത്രി ആലോചിക്കാൻ എന്താ സംഭവിക്കായോ? പ്രത്യേകിച്ച് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഉറങ്ങാനൊരു സമാധാനം ഉണ്ടാവില്ല. സമാധാനം ഉണ്ടാവില്ല, ഓർമ്മ ഉണ്ടാവില്ല. അല്ലാതെ ഇരുന്ന ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ സമാധാനം ഉണ്ടാവും അല്ലെ? സമാധാനം ഉണ്ടാവുന്നതാണ്. അപ്പൊ മനസ്സിലാക്കുക, മറക്കുക എന്നുള്ളത് പാർട്ട് ഓഫ് ദ ഗെയിം.
കൂടുതൽ പഠിക്കുന്നതോറും കൂടുതൽ മറക്കുക എന്നുള്ളത് കൂടുതൽ പാർട്ട് ഓഫ് ഗെയിം. ദ മോർ സീരിയസ് യു ആർ അബൌട്ട് ദ എക്സാം, ഓക്കെ, യു ഫീൽ യു ഫോർഗെറ്റ് മോർ. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നിങ്ങൾ കുറെ മറക്കുന്നതുകൊണ്ടൊന്നുമല്ല. ഓക്കെ, യു ഫീൽ യു ഹാവ് ടു സ്റ്റഡി എ ലോട്ട് മോർ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ആദ്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ കുറേയൊക്കെ മറന്നു പോയാലേ നമ്മളത് മറവിയൊക്കെ ആയിട്ട് കാര്യമായിട്ട് എടുക്കുള്ളൂ. ഇത് നല്ല സീരിയസ് ആയി പഠിക്കുമ്പോണ്ടല്ലോ. അപ്പൊ ഞാൻ 10 പ്രിൻസിപ്പിൾ എന്ന് പറയും. നിങ്ങൾ ഒന്നും അറിയാത്ത സമയത്ത് നിങ്ങൾക്ക് 10 പ്രിൻസിപ്പിൾ മറന്നു പോയാൽ നിങ്ങൾക്ക് എന്തോ ഒരു മറവിന്റെ പ്രശ്നമുള്ളൂ. ഇത് സീരിയസ് ആവും തോറും നിങ്ങൾക്ക് 5 പ്രിൻസിപ്പിൾ ഓർമ്മയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഓർമ്മയുടെ പ്രശ്നം ഉണ്ടെന്ന് ഫീൽ ചെയ്യും. ഇനി ഭയങ്കര സീരിയസ് മോഡൽ ഒരു പ്രിൻസിപ്പിൾ മറന്നു പോയാൽ പോലും നിങ്ങൾ എന്ത് സംഭവിക്കും? എനിക്ക് തീരെ ഓർമ്മയില്ല. അതായത് ആ ഒരു നിങ്ങൾ മറക്കുന്നതിന്റെ എമൗണ്ട് ക്വാണ്ടിറ്റി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കൂടുതൽ സീരിയസ് ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് ഭയങ്കരമാണ്. ഇതാണ് പഠിക്കുന്നതിന്റെ പ്രത്യേകത കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കുറെ പഠിച്ചു തീർക്കാണ്ട്, എന്നാലും കുറെ പഠിച്ചു തീർക്കാണ്ടെന്ന് നമുക്ക് തോന്നൂല. ഭയങ്കര സീരിയസ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചേ പഠിച്ച് തീർക്കാണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ സീരിയസ് ആയതുകൊണ്ട് കുറച്ച് പഠിച്ച് തീർക്കാനുള്ളത് നമുക്ക് കുറെ പഠിച്ച് തീർക്കാനല്ല പോലും. അതുപോലെ തന്നെ ചിലർ പറയും ഞാൻ പഠിക്കുന്നതോറും പരീക്ഷയ്ക്ക് മാർക്ക് കുറയാണെന്നുള്ളത്, അല്ലെ? ഓരോ തവണ ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കുന്നു, എക്സാം അറ്റൻഡ് ചെയ്യുന്നു, മാർക്ക് കുറയുന്നു, കൂടുതൽ പഠിക്കും കൂടുതൽ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ അതേ അപൂർവ കേസുകൾ എക്സാമിന് അങ്ങനെ ഉണ്ടാവാം കേട്ടോ. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മൾ പഠിക്കുന്നതും എക്സാമിനുള്ള 50 ക്വസ്റ്റ്യനും 100, 150 ക്വസ്റ്റ്യനും. പലപ്പോഴും എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് നേരത്തെ പറഞ്ഞതേ പ്രശ്നം. തുടങ്ങുന്ന സമയത്ത് 150 ഒരു 50 തെറ്റൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. കുറച്ചുകൂടി സീരിയസ് ആകുമ്പോൾ 30 ക്വസ്റ്റ്യൻ തെറ്റിയാൽ നമുക്ക് കുറെ തെറ്റിയ പോലെ ഫീൽ ചെയ്യും. ഒന്നുകൂടി സീരിയസ് ആകുമ്പോൾ 20 ക്വസ്റ്റ്യൻ തെറ്റിയാൽ കൂടുതൽ തെറ്റിയ പോലെ. അവസാനം ചിലപ്പോൾ 2 ക്വസ്റ്റ്യനെ ടെക്നിക്കലി തെറ്റിട്ടുണ്ടാവുള്ളൂ, പക്ഷെ വി ഫീൽ ദാറ്റ് കുറേ തെറ്റിപ്പോയി. കാരണം യു ആർ ബിക്കമിങ് സീരിയസ് അബൌട്ട് പ്രിപ്പറേഷൻ. അപ്പൊ നിങ്ങൾ എത്രത്തോളം സീരിയസ് ആയിട്ട് പ്രിപ്പറേഷനിൽ പോകുന്നു, ഓക്കെ, അത്രത്തോളം കൂടുതൽ മറക്കും, അത്രത്തോളം പഠിച്ച് തീരാനുണ്ടാവും. ഞാൻ ഒന്നും മറന്നു പോകുന്നില്ലല്ലോ, ഇനി ഒന്നും പഠിക്കാനില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഒന്നും പഠിച്ചിട്ടില്ല, ഓക്കെ, ഒന്നും ഒറ്റ മറക്കാനില്ല. ഓക്കെ, ഇത് എന്താ സംഭവിക്കുക? ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. കൺഫ്യൂഷൻ ഉണ്ടാവും, മറന്നു പോകുന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും, പരീക്ഷകളിൽ എത്തുമ്പോഴും ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ പരീക്ഷ ചെയ്തു. ഓക്കെ, അതിന്റെ കൂടെ തന്നെ പരീക്ഷ ചെയ്തു. പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നമ്മളങ്ങ് ജയിക്കുകയും ചെയ്യും, അത്രേ ഉള്ളൂ. സോ മനസ്സിലാക്കുക, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. മറക്കുക എന്നുള്ള. അപ്പൊ അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കുക? ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ മറക്കും. പക്ഷെ ഇന്ന് തൊട്ടിട്ട് മറക്കുന്നതിന് ഗിൽറ്റ് അടിക്കാതിരിക്കുക. ഓക്കെ, ഇന്ന് തൊട്ടിട്ട് മറക്കുന്നതിന് ഗിൽറ്റ് അടിക്കാതിരിക്കുക. മറക്കുക എന്നുള്ളത് പാർട്ട് ഓഫ് ദി ഗെയിം ആണെന്ന് മനസ്സിലാക്കാം. ലോജിക്കൽ റീസണിംഗിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. Okay, for the time being, last topic before the note 2. So we have the concept of ഇതൊക്കെ കൂടി അപ്ലൈ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഫാലസീസ്. ഫാലസീസിലെ പ്രധാനപ്പെട്ട ഒരു റീസെന്റ് എക്സാമിന് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഫാലസീസ് എല്ലാം ലോജിക്കൽ ഇക്വാലൻസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കഴിഞ്ഞ വളരെ കുറച്ച് എക്സാമിന് ചോദിച്ചിട്ടുള്ള ലോജിക്കൽ ഇക്വാലൻസി ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഷിഫ്റ്റും ഞാൻ എടുത്തിട്ടില്ല, ലേറ്റസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. 45 ക്വസ്റ്റ്യൻ. ഓക്കെ, 1-2 ഷിഫ്റ്റ് മീൻസ് സൈക്കിളിൽ ചോദിച്ച ക്വസ്റ്റ്യനുകളുടെ എണ്ണമാണ്. ഇത്ര ഒരു സിംഗിൾ കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എവിടെയും പേപ്പർ കൊണ്ട് ചോദിച്ചതായിട്ട് എനിക്കറിയില്ല. സോ വി കറോ വിത്ത് ദ കോൺസെപ്റ്റ്. ദെൻ വി ഹാവ് ഇതിന്റെയൊക്കെ രസം എന്താന്ന് ചോദിച്ചാല് ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിനൊക്കെ ഉത്തരം എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഇതിനൊക്കെ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അർത്ഥം ഇങ്ങനെ മനസ്സിലായിരിക്കും. അക്കാഡമി സർവീസ് അക്കാഡമികളൊക്കെ വിഷനറിയാണ്. കുറച്ച് വിഷനറി അക്കാഡമിഷ്യൻസ് ആണ്. ഓക്കെ, കുറച്ച് അക്കാഡമിഷ്യൻസ് കുറച്ച് വിഷനറിയാണ് അല്ലെ. കുറച്ച് നോട്ട് അപ്പൊ നോട്ട് നെഗറ്റീവ് അത് കട്ട് ചെയ്തു പോകും. ഓക്കെ, ഇതിനൊക്കെ ഉത്തരങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതിനൊക്കെ ഉത്തരങ്ങൾ മുമ്പും ചെയ്തിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ സ്റ്റേറ്റ്മെന്റിൽ ഇത് ചിലപ്പോഴൊക്കെ പ്രശ്നം ഇവിടെ വരികയെന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ ആകുന്ന ചോദ്യങ്ങൾ വരും. ഇത് പ്രശ്നമല്ല. ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ ഞാനൊക്കെ ഇതിന്റെയൊക്കെ തിയററ്റിക്കൽ സ്ക്വയർ പ്രൊപ്പോസിഷന്റെ ഒക്കെ തിയറിയൊക്കെ പറയുന്നതിന് മുമ്പ്, ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഇതൊക്കെ അർത്ഥം ആലോചിച്ച് ഉത്തരം എഴുതിയ ആളാണ്. ഓക്കെ, ഈ ചിലപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് കോൺസെപ്റ്റ് കൊണ്ടുവരും അല്ലെ. സം കാറ്റ്സ് ആർ റാറ്റ്സ്, സം ലയൺസ് ആർ ടൈഗേഴ്സ് എന്നൊക്കെ കൊണ്ടുവരും. അവിടെ നമുക്ക് തിയറി അറിയാത്തപ്പോൾ നമ്മൾ അർത്ഥം ആലോചിക്കും അല്ലെ. കുറച്ച് പൂച്ചകൾ എലികളാണ്, അപ്പൊ പൂച്ചന്റെ തലയുള്ള എലിന്റെ കാലുള്ള ജീവി. സം ലയൺസ് ആർ ടൈഗേഴ്സ് ആണ്. എന്നിട്ട് ഓപ്ഷനിൽ ഓൾ ടൈഗേഴ്സ് ആർ ലയൺസ്, ഓൾ കാറ്റ്സ് ആർ റാറ്റ്സ്. അവിടെ വെക്കുമ്പോഴാണ് പണി പാടുക.
ഇത് അക്കാഡമിഷ്യൻസും വിഷറീസും ആകുമ്പോൾ രണ്ടും ബേസിക്കലി മീനിങ് ഫുൾ ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്. പക്ഷെ അത് ഇനി ചില സ്ഥലത്ത് ഇവരെന്ത് ചെയ്യും, കുറച്ച് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തരും. ഓക്കെ, സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് among the following are correct എന്നൊക്കെ ചോദിക്കുമ്പോൾ all men are equal to women, some men are equal to women, some women are equal to men, no men is equal to women, no woman is equal to men എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ആണ് തരും. അതും കൂടി അർത്ഥം ആലോചിച്ചാൽ ആകെ അങ്ങ് കൺഫ്യൂഷൻ ആവും അല്ലേ. ഇത് എന്താണ് ബേസിക്കലി, എന്തുകൊണ്ടാണ് ഓൾ കാറ്റ്സ് ആർ റാറ്റ്സ് തരുന്നത്, ഓൾ ബാറ്റ്സ് ആർ കാറ്റ്സ് തരുന്നതൊക്കെ ചോദിച്ചാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ചെയ്യുന്നതിൽ അതിന്റെ കോൺസെപ്റ്റിന് ഒരു മീനിങ്ങുകൾക്ക് ഒരു പ്രസക്തി ഇല്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ എന്തൊക്കെയോ എയ്പ്പുകളോ മങ്കികളോ ഫിലോസഫേഴ്സ്, അതിന്റെ അർത്ഥം നമ്മൾ ആലോചിച്ചിട്ട് പോലുമില്ല. നമ്മൾ ആകെ ആലോചിച്ച് ആള് നോയിട്ടോ നോൺ ഇവിടെ ആയിട്ടുണ്ട്, നോട്ട് അതായിട്ടുണ്ട്, ക്വാളിറ്റി മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അർത്ഥം ആലോചിച്ചിട്ടും ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. യു വിൽ നോട്ട് ബി പെർഫെക്റ്റ്, 100% ഒരിക്കലും കറക്റ്റ് ആവില്ല. നിങ്ങൾക്ക് തെറ്റുന്നത് 1-2 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ സീരിയസ് ആയി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ചിലപ്പോൾ മിസ്സാകാൻ പോകുന്നത് 1-2 മാർക്കിനാണ്. ഓക്കെ, സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും ക്വാളിഫൈ ചെയ്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസം വിൽ ബി ലെസ് ദാൻ 3 മാർക്സ്. ഓക്കെ, ലെസ് ദാൻ 3 മാർക്സ്. ഓൾമോസ്റ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസ് അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോ തിയറി മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ലോജിക്കൽ റീസണിംഗ് നമ്മൾ പറയാറുണ്ട്, ലോജിക്കൽ റീസണിംഗിൽ വലിയ ലോജിക് ഒന്നുമില്ല. ഓക്കെ, അതിന്റെ ലോജിക് ഒന്നും ആലോചിക്കാറുണ്ട്. ഇങ്ങനെ കുറച്ച് തിയറീസ് ഉണ്ട്, ഒപ്പോസിഷൻ, കോൺട്രാപോസിഷൻ, സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ, ട്രൂത്ത്ഫുൾനെസ്, ഡിസ്ട്രിബ്യൂട്ടർ.